ഭക്തജന പ്രതിനിധി ശ്രീ കെ.ജി. കണ്ണൻ ചേരുന്നു. കണ്ണൻ, സ്വാഗതം. ചിറക്കടവ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനയെ നൽകാൻ പോലും ദേവസ്വം ബോർഡ് തയ്യാറാവുന്നില്ല. ഭക്തജന പ്രതിനിധികൾ, ഭക്തജനങ്ങൾ അവിടെ പറഞ്ഞത് ആന ലോബിയും ദേവസ്വം ബോർഡും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ്. ഇത്തരത്തിൽ ആനയെ വരുത്താതെ സ്വകാര്യമായി ആനയെ കൊണ്ടുവന്ന ലക്ഷങ്ങൾ ചെലവഴിച്ച് ഭക്തർ അവരുടെ പണം മുടക്കി ആനയെ വേണമെങ്കിൽ കൊണ്ടുവരട്ടെ, അങ്ങനെ ആന ലോബികൾക്ക് പണം ലഭിക്കുന്ന സാഹചര്യം, ഇതിനെ ദേവസ്വം ബോർഡ് ഒത്താശ ചെയ്യുകയാണ് എന്ന് കരുതുന്നുണ്ടോ ശ്രീ കെ.ജി. കണ്ണൻ? തീർച്ചയായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം. 2 കോടിയിൽ പരം രൂപയുടെ വാർഷിക വരുമാനം ബോർഡിന് നേടിത്തരുന്ന ഒരു മേജർ ക്ഷേത്രമാണ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ഭക്തജനങ്ങള് വികസന കാര്യങ്ങളില് കൈമൈ മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് ദേവസ്വം ബോർഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശ്രീ മഹാദേവ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾ ക്ഷേത്ര വികസന കാര്യത്തില് അവരെല്ലാ അർത്ഥത്തിലും ശാരീരികമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം നാൾക്കുനാൾ പുരോഗതിയിലേക്ക് പോകുന്നത്. ഭക്തജനങ്ങളെ ആകെ വേദനിപ്പിക്കുന്ന ഒരു നടപടിയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ ആനയെ ഡ്യൂട്ടിക്ക് നിശ്ചയിക്കാതെ ദേവസ്വം ബോർഡ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തോട് കാണിച്ചിട്ടുള്ള ഈ അനാദരവ്, ഈ അവഗണന ഭക്തജനങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഇവിടെ ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിൽ ഒരു ആനയുണ്ട്, തിരുനീലകണ്ഠൻ. ഇപ്പോൾ ആനയ്ക്ക് നീരുകാലമാണ്. അതുകൊണ്ട് ഉത്സവ സമയത്ത് നീരുകാലമായതുകൊണ്ട് നീലകണ്ഠനെ എഴുന്നള്ളത്തിന് പറ്റുന്നില്ല. ഇവിടുത്തെ ആന ഒരു വർഷം ഏതാണ്ട് 15 ലക്ഷം രൂപയുടെ വരുമാനമാണ് എഴുന്നള്ളത്തുകളിലൂടെ ദേവസ്വം ബോർഡിന് നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഈ ദേവസ്വം ബോർഡ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഒരു ആനയെ നൽകാത്തതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ദേവസ്വം ബോർഡിന്റെ ഒത്താശ, അവര് ചില ശക്തികളുമായിട്ട്, ആന ലോബികളുമായിട്ടുള്ള കൂട്ടുകെട്ടാണ് ഇതിന്റെ പിന്നിലെന്ന് ഭക്തജനങ്ങൾ സംശയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഭക്തജനങ്ങളുടെ പിന്തുടരും. ഭക്തജനങ്ങൾ ഈ വിഷയത്തിൽ ഫോളോ അപ്പ് ഉണ്ടാവും. ഇന്ന് തന്നെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ നടപടി തിരുത്തിക്കൊണ്ട് ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തിലെ ആനയെ വിട്ടു നൽകിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുടർച്ച ഉണ്ടാവും. ഭക്തജനങ്ങൾ ഏതറ്റം വരെയും പോകും. ഈ ഒരു വിഷയത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സ്വർണ്ണക്കൊള്ള പോലെ തന്നെ വീണ്ടും ഒരു വിഷയത്തിലേക്ക് ഈ ആനയെ ഉപയോഗിച്ചുകൊണ്ട്, ആനയുടെ മറവിൽ നടക്കുന്ന ദേവസ്വം ബോർഡിന്റെ ഒരു അഴിമതിയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെങ്കിൽ ചിറക്കടവിലെ ജനങ്ങള് അക്കാര്യം വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ഭക്തജനങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ഉന്നത ദേവസ്വം ബോർഡ് അധികാരികള്, ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണം. ചിറക്കടവില് ഭക്തജനങ്ങളുടെ ഈ ആഗ്രഹം, ഈ ഭക്തജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഈ മനോവിഷമം ഇത് പരിഹരിക്കണം. അടിയന്തരമായി ആനയെ വിട്ടു നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെടുവാനുള്ളത്. ചിറക്കടവിൽ ഉത്സവകാലം വന്നെത്തിയിരിക്കുന്നു. ഇനി വളരെ പെട്ടെന്ന് ആനയെ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ആനയെ ലഭിക്കാതെ വരുന്ന സാഹചര്യത്തെ ഭക്തജനങ്ങൾ അതിനെ എങ്ങനെ മറികടക്കും? എന്താണ് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോഴത്തെ ഒരു ആലോചന? ഇനിയും ദേവസ്വം ബോർഡിനെതിരെ പ്രതിഷേധം വേണം, നിയമപരമായ നടപടികൾ വേണം. ദേവസ്വം ബോർഡിന്റെ ചെയ്തികൾക്കെതിരെ ചോദ്യം ചെയ്യാൻ ദേവസ്വം ബെഞ്ച് വരെ ഹൈക്കോടതിയിൽ രൂപീകരിച്ചിട്ടുണ്ട്. അതിനൊക്കെ സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉത്സവം വന്ന് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ആനയെ ലഭിക്കാതെ വന്നാൽ എങ്ങനെ ഈ ഉത്സവം പൂർത്തീകരിക്കും? അതേപ്പറ്റി എന്തെങ്കിലും ഒരു ആലോചന വന്നിട്ടുണ്ടോ ശ്രീ കെ.ജി. കണ്ണൻ? ഇക്കാര്യത്തിൽ ഭക്തജനങ്ങൾക്ക് ചിറക്കടവ് മഹാദേവന്റെ ഉത്സവം ഒരു ദിവസം പോലും എന്തെങ്കിലും ഒരു കാരണം അധികാരിയുടെ ഭാഗത്തു നിന്ന് ഇതിനു മുമ്പും ഇതുപോലുള്ള പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം പോലും ഉത്സവത്തിന് കോട്ടം വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ ആചാര മഹിമയ്ക്ക് അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ഗരിമയ്ക്ക് കോട്ടം തരുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള സാഹചര്യവും ഇല്ല. തീർച്ചയായിട്ടും ബദൽ സംവിധാനം ഭക്തജനങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു. പക്ഷേ ചിറക്കടവ് ക്ഷേത്രത്തോടുള്ള ഈ ദേവസ്വം ബോർഡിന്റെ ഈ അനാസ്ഥ, ദേവസ്വം ബോർഡിന്റെ അവഗണന അതിശക്തമായ നിലയിൽ വരും ദിവസങ്ങളിൽ നിയമപരമായിട്ടും മറ്റു ഉപയോഗിച്ചുകൊണ്ടും ഭക്തജനങ്ങൾ നേരിടും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്. വളരെയധികം നന്ദി ശ്രീ കെ.ജി. കണ്ണൻ. കോട്ടയം ജില്ലയിലെ വളരെ വരുമാനമുള്ള, വർഷം 2 കോടിയോളം രൂപ വരുമാനമുള്ള ചിറക്കടവ് മഹാദേവ ക്ഷേത്രത്തോടാണ് ദേവസ്വം ബോർഡിന്റെ ഈ അവഗണന. ഉത്സവത്തിന് ഒരാനയെ പോലും വിട്ടു നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല. പണം മാത്രം മതി, യാതൊരു സഹായവും ക്ഷേത്രത്തിന് നൽകുന്നില്ല. ഉത്സവമായിട്ട് പോലും ഒരാനയെ നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല. ഭക്തജനങ്ങളുടെ ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.